സീറ്റ് വിഭജനത്തിൽ യു.ഡി.എഫിൽ ധാരണയായി. കോൺഗ്രസ് 16 സീറ്റുകളിലും മുസ്ലിം ലീഗ് 2 സീറ്റുകളിലും മത്സരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ആർ.എസ്.പിക്കും ഓരോ സീറ്റ് വീതം നൽകും. വൈകിട്ട് തിരുവനന്തപുരത്ത് ചേരുന്ന യു.ഡി.എഫ് ഏകോപന സമിതിയിൽ അന്തിമ തീരുമാനമുണ്ടാകും. ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ യു.ഡി.എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി. വൈകുന്നേരം യു.ഡി.എഫ് ഏകോപന സമിതിയിലാണ് അന്തിമ തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം നിരാകരിച്ച കോൺഗ്രസ് 16 സീറ്റുകളിൽ മത്സരിക്കും. മുസ്ലിം ലീഗ് ഇത്തവണയും 2 സീറ്റുകളിൽ ഒതുങ്ങും. കേരള കോൺഗ്രസ് ജോസഫും ആർ.എസ്.പിയും ഓരോ സീറ്റുകളിലാണ് മത്സരിക്കുക. കോട്ടയം കോൺഗ്രസ് ആഗ്രഹിച്ചെങ്കിലും ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകാനാണ് ധാരണ. കൊല്ലം തർക്കങ്ങളില്ലാതെ ആർ.എസ്.പിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 3ാം സീറ്റിൽ കടുത്ത നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗ് കോൺഗ്രസിന് വഴങ്ങും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാണ് ലീഗിന്റെ നിലപാട് മാറ്റം. ഇന്ന് ചേരുന്ന മുസ്ലിം ലീഗ് ഭാരവാഹി യോഗം 3ാം സീറ്റിലെ കോൺഗ്രസ് നിലപാട് ചർച്ച ചെയ്യും. 3ാം സീറ്റില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വേണമെന്നായിരുന്നു ലീഗിന്റെ നിലപാട്. ഇക്കാര്യം കെ.പി.സി.സി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടെ മുന്നോട്ടു പോകാനാണ് യു.ഡി.എഫ് തീരുമാനം. സീറ്റ് വിഭജനം പൂർത്തിയായാൽ താമസിയാതെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ശ്രമം. 2000 അനുകൂല തരംഗം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.